ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്റെ കയ്യിലിരിക്കുന്ന ഒരു ഐറ്റം കണ്ടല്ല, നല്ല മുട്ടൻ തിലാപ്പിയ. ഈ തിലാപ്പിയ വെച്ച് വാഴയിലിൽ പൊള്ളിക്കുകയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു. നമുക്ക് ആദ്യം തന്നെ തിലാപ്പിയയുടെ തോലൊന്ന് ചെത്തിയെടുക്കാം. നല്ല അടിപൊളിയായിട്ട് ചെത്തിയെടുക്കുവാണ്. സൈസ് തിലാപ്പിയ ആയത് കാരണം ഇച്ചിരി ചെത്താൻ ഇത്തിരി പാടാണ്. നമ്മുടെ തിലോപ്പിയ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഉപ്പിട്ട് ഒന്നുകൂടെ ക്ലീൻ ചെയ്യാം. ഇപ്പൊ തന്നെ നല്ല ക്ലീൻ ആണ്, എന്നാൽ നമുക്ക് ഉപ്പും കൂടെ ഇട്ട് ഒന്നുകൂടെ ക്ലീൻ ചെയ്യാം. കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പൊ ഒന്ന് നോക്കിയാൽ നല്ല സുന്ദരക്കുട്ടപ്പനായില്ലേ, നേരത്തെ കണ്ടായിട്ടല്ലല്ലോ. ഇവരെ ഒന്ന് വരഞ്ഞ് മസാലയൊക്കെ പുരട്ടി നമുക്കൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് വേണം നമ്മുടെ അടുത്ത സ്റ്റെപ്പായ വാഴയിൽ പൊള്ളിക്കുന്നത്. വായോ, നമുക്ക് വീഡിയോ കാണാം. ആദ്യം നമുക്കൊന്ന് ഈ മീനൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, എല്ലാം കൂടി നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ തിലാപ്പിയ മസാലയൊക്കെ പെരട്ടി നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവനെയൊന്ന് നമുക്ക് വറുത്തെടുക്കാം. മസാലയൊക്കെ പെരട്ടി നമ്മുടെ തിലാപ്പിയ 10 മിനിറ്റ് വെച്ചിരുന്നു. ഇനി നമുക്ക് അതിനടുത്ത് വറുത്തെടുക്കാം. ഇത് നല്ലപോലെ വറുക്കണ്ട, ഒരു ഹാഫ് കുക്കിംഗ് മതി. അത് നമുക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കാം. ഇനി നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇവനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. മീൻ വറുക്കാൻ ഉപയോഗിച്ചിരുന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വേപ്പില, ചെറുതായി കഴിഞ്ഞ സവാള, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി ഒന്ന് വാടാനായിട്ട് വെക്കാം. നമ്മുടെ സവാളയൊക്കെ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുവാണ്. ഇതിനകത്ത് ഞാൻ നേരത്തെ ഉപ്പിട്ടിരുന്നു, അത് പറയാൻ മറന്നുപോയി. മസാലയിൽ ഉപ്പ് പിടിക്കണമല്ലോ, അത് കാരണം ഉപ്പിട്ടിരുന്നു. അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. തക്കാളി നല്ലവണ്ണം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കാം. ഇവയെല്ലാം കൂടെ ഒന്ന് ഇളക്കിച്ച് വറ്റിച്ചെടുക്കാം.
അരമുറി തേങ്ങയുടെ ആദ്യത്തെ പാല് മാത്രമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇവയെല്ലാം കൂടി നമുക്കൊന്ന് യോജിച്ച് വറ്റിച്ചെടുക്കാം. നമ്മുടെ വാഴയില ഇവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഗ്രേവി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മീൻ ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ പുറത്തേക്ക് മസാല വെച്ച് കൊടുക്കുകയാണ്. മസാലയൊക്കെ തേച്ച് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില മടക്കി കെട്ടിയെടുക്കാം ഇവനാണ്. ഇനി നമുക്ക് ഇവനെ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് നമുക്കൊന്ന് ആവിയേറ്റിയെടുക്കാം. നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് അത് നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂടി കൊടുക്കാം. ഇനി നമുക്കിതിന് 15 മിനിറ്റോളം ഒന്ന് ആവിയേറ്റി നല്ലവണ്ണം മസാലയൊക്കെ പെരുത്തി സെറ്റായി വരുമ്പോഴേക്കും നമുക്കിതിനെ എടുക്കാം. നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എടുക്കാം. ഇവനെ നമുക്കൊന്ന് തുറന്നു നോക്കാം, എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. ഇതാ നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ടിരിക്കും. നമ്മുടെ വാഴയിൽ പൊളിച്ച തിലാപ്പിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു മീനാണ് തിലാപ്പിയ. ഇതൊന്ന് ഇങ്ങനെ ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നോക്കി എൻ്റെ മാംസം നോക്കി, നല്ല കിളുകളാ മാംസം. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് എന്നെ